ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാനൊരു വീഡിയോ ദൃശ്യം വെച്ചു തരാം. ആ വീഡിയോ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും കാണണം. അതായത് നമ്മുടെ സുധിച്ചേട്ടൻ കിച്ചുവിനെ വളർത്തിയ രീതി പൊന്നു മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും പേടിക്കാതെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. പൊന്നു മനുഷ്യന്മാരെ, ആ വീഡിയോ ദൃശ്യം വെച്ചതിന് ശേഷം ഡോക്ടർ ഷെഫീഖ് ശംസുദ്ദീൻ ഈ രോഗത്തെക്കുറിച്ചിട്ട്, അസുഖത്തെക്കുറിച്ചിട്ട് ക്ലിയറായി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതും ഞാൻ വെച്ചു തരാം, നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതിനുശേഷം നമ്മുടെ കിച്ചു ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട്, ലാലേട്ടന്റെ ഷോ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. എത്രമാത്രം ശരിയെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു വാർത്തയുടെ ക്ലിപ്പും കൂടി ഞാൻ വെച്ചു തരാം. ആദ്യം നമ്മുടെ സുധിച്ചേട്ടൻ കിച്ചുവിനെ വളർത്തിയ രീതി. ആരുമായിട്ടും പിണങ്ങിയിട്ടില്ല. എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് എൻ്റെ മോനെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലടാ. ഞാൻ സ്റ്റേജിൽ നിന്ന് സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് ബാക്കിൽ എൻ്റെ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നയാ. ദൈവത്തിന് ഒരുപാട് നന്ദി. സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു മനസ്സുള്ള ആൾ, കുടുംബം കൈക്കുള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾ. ഈ എളിയ കലാകാരന് വിശേഷണങ്ങൾ ഏറെയുണ്ടായിരുന്നു. ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ എങ്ങനെ ഒരു തമാശ അവതരിപ്പിക്കാം എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്ത നടൻ. അപ്രതീക്ഷിതമായിരുന്നു ആ വിയോഗം. മക്കളെ നെഞ്ചോട് അടക്കി പിടിച്ചു മന്ത്രി പൊങ്കോമാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർമാരടക്കമുള്ള തുക്കിടി സായിപ്പുമാരുടെ ബംഗ്ലാവ് പടിക്കലും ചെന്ന് കുടിനീരിന് ശബ്ദമുയർത്തുമ്പോ പോലീസിന്റെ ലാത്തിയുടെയും നെറുകേടും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ഒരിടാജലത്തിനായി തൊണ്ടപുള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. നെഞ്ചിനുള്ളിൽ പെണ്ണാണ്, പെണ്ണ് കാണൽ പതിവാണ്, പെണ്ണ് കണ്ടാൽ ഭ്രാന്താണ് ശാരദേ ശാരദേ. സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധിയുടെ വിയോഗത്തിന്റെ ആഘാതത്തിലാണ് സിനിമാ ടെലിവിഷൻ ലോകം. ഒരു കാർ അപകടത്തിന്റെ രൂപത്തിലാണ് മരണം സുധിയെ തട്ടിയെടുത്തത്. നിരവധി വർഷങ്ങളായി ഹാസ്യരംഗത്ത് കൊല്ലം സുധി സജീവ സാന്നിധ്യമായിരുന്നു. 2015 കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിലെത്തുന്നത്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, കുട്ടനാടൻ മാർപ്പാപ്പ, തീറ്ററപ്പായി, കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ സുധി കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി. കരിയറിലെ ഒരു സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സുധിയുടെ അപ്രതീക്ഷിത വിയോഗം. ചോര വെള്ളത്തിലിട്ട് വെക്കും, എന്നിട്ട് കാലത്ത് അരച്ച അപ്പം ചുട്ട് തിന്നും. ആ കൊമേഡിയ മിക്കവാറും നമ്മുടെ ചോര കുടിക്കും. പാവക്കുട്ടാ, ഋതപ്പനെ കൊണ്ടെങ്കി വാ. കിച്ചുവേ. അല്ല, ഇതിലാരെ കിച്ചു? 3 മക്കളാണോ? രാഹുൽ മൂത്താമത്തെ. വാവക്കുട്ടനാരാ? വാവക്കുട്ട എന്റെ ഭാര്യ. ചേട്ടൻ എനിക്ക് ഭർത്താവ് മാത്രമല്ല, എനിക്ക് എല്ലാമാണ്. കൂട്ടുകാരനാണ്, പിന്നെ പപ്പായെ പോലെ സംസാരിക്കും, അമ്മയെ പോലെ സംസാരിക്കും. സുചേട്ട ചിലപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നതെന്നും കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആരും നോക്കാനില്ലാത്തതുകൊണ്ട് തന്റെ മകനെയും കൊണ്ട് പ്രോഗ്രാമുകൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആദ്യ ഭാര്യ വിട്ടുപോയ സംഭവമാണ് വ്യക്തിജീവിതത്തിൽ സുധിയെ ഏറെ തളർത്തിയത്. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം ജീവിതത്തിലേക്ക് കൂട്ടിയ ഭാര്യ മകൻ രാഹുലിന് 1.5 വയസ്സുള്ളപ്പോൾ മറ്റൊരാൾക്കൊപ്പം പോയി. ജീവിതത്തിൽ സങ്കടക്കടൽ നീന്തിക്കയറിയ സുധി തമാശ പറഞ്ഞും കൗണ്ടറുകൾ അടിച്ചുമാണ് പ്രേക്ഷകരെ കൈയിലെടുത്തത്. ഒരുപാട് വേദികളിൽ സ്റ്റേജിന്റെ ബാക്കിൽ കുഞ്ഞിനെ കടത്തി ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിലും സ്കിറ്റ് കളിച്ചു. ആ സ്കിറ്റ് കളിക്കുമ്പോഴും എനിക്ക് പേടിയാ, കുഞ്ഞെണ്ണിക്കുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കായിരുന്നു സ്റ്റേജിൽ നിന്ന്. ഈ സുധിച്ചേട്ടന്റെ മകനാണ് കിച്ചു. ഓക്കെ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സുധിച്ചേട്ടൻ ആ കിച്ചുവിനെ വളർത്തിയത്. ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് പാവം ആ ചെറിയ പിഞ്ചോമന കുഞ്ഞായിട്ടുള്ള കിച്ചുവിനെ കൊണ്ടുപോയി എന്തൊരവസ്ഥയാണല്ലേ. ഈ കിച്ചുവിനെയാണ് ഇന്ന് രേണു സുധിയും കൂട്ടരും 4 ആൾക്കാർക്ക് മുമ്പിലിട്ട് നാറ്റിക്കുന്നത്. പൊന്നു മനുഷ്യന്മാരെ, അത് നമ്മൾ എതിർക്കണ്ടേ? വ്യാജ സ്ക്രീൻഷോട്ട് കൊണ്ടുവരുന്നുണ്ട്, തൂങ്ങി എന്നൊക്കെ കള്ളവ് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കിച്ചുവിന്റെ സപ്പോർട്ട് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ഇവറ്റുകൾ തീരുമാനിക്കുന്നതല്ലേ. ഇതിനെ നമ്മൾ എതിർക്കണ്ടേ? എന്താ അല്ലേ? ഓക്കെ പൊന്നു മനുഷ്യന്മാരെ,
രേണു സുധിയുടെ അസുഖത്തെ കുറിച്ചിട്ട് ഡോക്ടർ തന്നെ ആ അസുഖം എങ്ങനെയാണ് വരുന്നത് അതൊന്ന് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. അതിനു മുമ്പ് ഈ ഒരു പോസ്റ്റ്, അതായത് നമ്മുടെ കിച്ചു ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് എന്ന് വാർത്ത വരുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ബിഗ് ബോസ് വേണ്ട. അവിടെ എങ്ങാനും നമ്മുടെ കിച്ചു എന്തെങ്കിലും ഒരു കഷ്ടപ്പാടിന് നെഗറ്റീവായി കഴിഞ്ഞാൽ, അതുകൊണ്ട് കിച്ചുവിനെ നെഗറ്റീവായി കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഈ കിച്ചു പോവണ്ട എന്നെൻ്റെ അഭിപ്രായം. പിന്നെ എനിക്കറിയത്തില്ല, പോയാലും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, അത് വിഷയം വേറെയാണ്. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കത് ജസ്റ്റ് കേട്ട് നോക്കാം. ഇപ്പോൾ ഏതൊരു ക്യാൻസറിനും നമ്മൾ ഒരുപാട് സ്റ്റേജസ് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറിനും ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിലേക്ക് വരുമ്പോഴാണോ ഇതിൻ്റെ കീമോയും റേഡിയേഷനും സർജറിയൊക്കെ മാറുന്നുണ്ടോ, അതോ എത്ര സ്റ്റേജുകളാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് വരുന്നത്? അപ്പം നമുക്ക് രോഗനിർണയം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേഷ്യൻസിന് തന്നെ പൊതുവെ അറിയാവുന്നതാണ്, ഡോക്ടറെ അസുഖത്തിൻ്റെ ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്താണ് എന്നുള്ളത്. ക്യാൻസർ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗത്തിൻ്റെ ശരീരത്തിലുള്ള വ്യാപനമാണ്. അപ്പോൾ അത് പൊതുവെ സിമ്പിളായി പറയാനാണെങ്കിൽ നമുക്ക് മാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്യാൻസർ, ശേഷം മാറിൽ നിന്ന് കക്ഷത്തിലെ കഴലുകളിലേക്ക് പടർന്ന ക്യാൻസർ, പിന്നെ മറ്റ് അവയവങ്ങളിലേക്ക് പടർന്ന അവസ്ഥ. ഇങ്ങനെ 3 അവസ്ഥ സിമ്പിളായി തിരിക്കാം. ശാസ്ത്രീയമായ സ്റ്റേജ് അനുസരിച്ച് പറയാനാണെങ്കിൽ 5 സ്റ്റേജുകളാണുള്ളത്. മിക്കവാറും പേർക്ക് സ്റ്റേജ് നമ്മൾ സ്റ്റേജ് 1, 2, 3, 4 വരെയാണ് കേൾക്കല്. അപ്പോൾ ഇതിന് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ്. അപ്പോൾ സ്റ്റേജ് 0 എന്നൊരു സ്റ്റേജും കൂടിയുണ്ട്. അതിനെക്കുറിച്ച് ആൾക്കാർക്ക് പൊതുവെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. സ്ക്രീനിങ് മാമോഗ്രാമിലൂടെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പലപ്പോഴും കണ്ടെത്തുന്ന ക്യാൻസറുകളാണ് ഈ സ്റ്റേജ് 0-ൽ നമുക്ക് കിട്ടുന്നത്. പടരാനുള്ള ശേഷി ഒരുപക്ഷെ ആർജിച്ചിട്ടില്ലാത്ത ക്യാൻസർ ആയിരിക്കാം. അതിനെ നമ്മൾ ഇൻസിറ്റു ക്യാൻസർ അഥവാ പ്രീ ക്യാൻസർ എന്ന് പറയും. അതുകൊണ്ടാണ് അതിന് 0 സ്റ്റേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരം ക്യാൻസറുകൾക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ കീമോതെറാപ്പിയോ തുടർന്നുള്ള ചികിത്സകളോ ആവശ്യം വരാറില്ല. പലപ്പോഴും അത് സർജറിയിൽ തന്നെ നമുക്ക് നീക്കം ചെയ്ത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ റേഡിയേഷൻ ചികിത്സ കൊടുക്കേണ്ടി വരും ഈ സ്റ്റേജ് 0-യ്ക്ക്. അപ്പോൾ അത് ഏത് തരം സർജറി ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇനി സ്റ്റേജ് 1 and 2 എന്ന് പറയുന്നത് പൊതുവെ ബ്രസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ട്യൂമറാണ്. ഇതിൻ്റെ ചികിത്സയിൽ ശസ്ത്രക്രിയ കൂടാതെ കീമോതെറാപ്പി മരുന്നുകൾ, റേഡിയേഷൻ ചികിത്സ തുടങ്ങിയ ചികിത്സകൾ വേണ്ടി വന്നേക്കാം. ഇനി സ്റ്റേജ് 3 എന്ന് പറയുന്നത് മാറിലും കക്ഷത്തിലെ കഴലുകളിലും നന്നായി വ്യാപിച്ചിട്ടുള്ള ക്യാൻസറുകളാണ്. അപ്പോൾ അതും 4th സ്റ്റേജിൻ്റെ അത്രയും മോശമല്ല. നമുക്ക് രോഗമുക്തിക്കായി ശ്രമിക്കാവുന്നതാണ്. പക്ഷെ അവിടെ പലപ്പോഴും ഈ ചികിത്സാ ക്രമത്തിലൊരു വ്യത്യാസം വരുത്തേണ്ടി വരും. ആദ്യമേ ചിലപ്പോൾ ശസ്ത്രക്രിയ ആയിരിക്കില്ല, കീമോതെറാപ്പിയോ മരുന്നുകളോ കൊടുത്തത് ചുരുക്കിയതിന് ശേഷമേ സർജറി സാധ്യമാവുകയുള്ളൂ. അതിനുശേഷം റേഡിയേഷൻ ചികിത്സ വരും. 4th സ്റ്റേജ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ളതാണ്. രോഗമുക്തി എന്നുള്ളത് നമുക്കൊരു പലപ്പോഴും ഒരു പ്രായോഗികമായ ഒരു എൻഡ് പോയിൻ്റ് അല്ല. പകരം നമുക്ക് പരമാവധി പേഷ്യൻറ്റിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുക, അതിൽ നിന്ന് വളരെ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. അവിടെ സർജറിക്കുള്ള റോൾ വളരെ 4th സ്റ്റേജിൽ കുറവാണ്. പ്രധാനമായും മരുന്നുകൾ കൊടുത്തുള്ള കീമോതെറാപ്പി പോലുള്ള ചികിത്സകളാണ് അവിടെ ഉള്ളത്. ഇതാണ് സ്റ്റേജുകളും അതിനനുസരിച്ചുള്ള ചികിത്സ. അപ്പോൾ സ്റ്റേജിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ 2 പ്രാധാന്യമാണുള്ളത്. ഒന്ന്, അസുഖത്തിൻ്റെ വ്യാപനം സൂചിപ്പിക്കുന്നതിലൂടെ രോഗമുക്തി എന്തോരം സാധ്യമാകും എന്നുള്ളത് അത് നമുക്കൊരു സൂചന തരുന്നുണ്ട്. 2, ഏത് തരത്തിലുള്ള ചികിത്സകൾ ഏത് ക്രമത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതും സ്റ്റേജിൽ നിന്നാണ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇതാണ് സ്റ്റേജിൻ്റെ പ്രാധാന്യം. ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളിപ്പം പൊതുവേ നമുക്കിടയിലുള്ള ഒരു എല്ലാവരും പറഞ്ഞു വരുന്നത് ഇപ്പം 3rd സ്റ്റേജ് എത്തിയാൽ അത് വീണ്ടും വരും, അല്ലെങ്കിൽ 4th സ്റ്റേജ് എത്തിയാൽ വീണ്ടും വരും. ഈ ചെറിയ സ്റ്റേജിലാകുമ്പോൾ അത് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇതിൽ വരുമ്പം ചെറിയ സ്റ്റേജ്, അത് 0, 1 ഒക്കെ ആകുമ്പം അത് തിരിച്ചു വരാനുള്ള സാധ്യത കുറയുന്നുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് ശാസ്ത്രലോകവും ഒരുപക്ഷെ സ്റ്റേജിങ് ആരംഭിച്ച സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജ് ക്യാൻസറുകൾ പൊതുവെ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. സ്റ്റേജ് 3യും കുറച്ചുകൂടി അസുഖം തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. സ്റ്റേജ് 4 പിന്നെ എന്തായാലും സ്പ്രെഡായി. ഇത് ഏറെക്കുറെ 21ാം നൂറ്റാണ്ടിൽ ശരി തന്നെയാണെന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മൾ കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായിട്ട് നമ്മൾ ഈ ഗവേഷണ പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നത് ഈ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ, ഏർലി സ്റ്റേജ്, അതായത് സ്റ്റേജ് 0, 1, 2-ലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾ പോലും പരിപൂർണമായ കൃത്യമായ ചികിത്സയ്ക്ക് ശേഷവും വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നതായി കാണപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിച്ച് പോയപ്പോൾ സ്റ്റേജിനുപരിയായി മറ്റെന്തോ ഒരു ഘടകമുണ്ട്. അത് കാരണമാണ് ഈ ഏർലി സ്റ്റേജ് ക്യാൻസറുകൾ തിരിച്ചു വരുന്നതെന്ന് മനസ്സിലായി. ആ ഘടകത്തെ നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്ന പേരാണ് ട്യൂമർ ബയോളജി അഥവാ ക്യാൻസറിൻ്റെ ജൈവ സ്വഭാവം. മനുഷ്യരുടെ കാര്യം പറയും പോലെയാണ്. ഇപ്പോൾ ക്യാൻസർ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരാളുടെ ആകാരം ആണെങ്കിൽ, അതായത് കൂടിയ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ള ആചാനബാഹുവായ ഒരു മനുഷ്യനും ഏർലി സ്റ്റേജ് കുറിയ ഒരു മനുഷ്യനുമാണെങ്കിൽ ഇവരുടെ സ്വഭാവം ഒരുപോലെ ഇരിക്കണമെന്നില്ല, അതിനനുസരിച്ചിരിക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ആചാനബാഹുവായ മനുഷ്യൻ എപ്പോഴും ക്രൂരനായിക്കൊള്ളണമെന്നോ ഇല്ല, ലോലഹൃദയമായിരിക്കാം. ചിലപ്പോൾ കുറിയ മനുഷ്യർക്ക് ചിലപ്പോൾ വളരെ വില്ലൻ സ്വഭാവം ഉണ്ടായിരിക്കാം. ഇതേപോലെയാണ് ക്യാൻസറുകളും. ഇപ്പോൾ വലിപ്പം കൂടുതലായതുകൊണ്ടോ വലിപ്പം ചെറുതായതുകൊണ്ടോ അതിൻ്റെ സ്വഭാവം മോശമാണെന്നോ നല്ലതാണെന്നോ ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം, ട്യൂമറിൻ്റെ സ്വഭാവം
അതിൻ്റെ ട്യൂമർ ബയോളജി അഥവാ ക്യാൻസറിൻ്റെ ജൈവ സ്വഭാവം നിർണ്ണയിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് നമ്മുടെ ഏറെക്കുറെ എല്ലാ ചികിത്സാ രീതികളും. ഉദാഹരണം, ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒട്ടുമുക്കാൽ കേസുകളിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. പക്ഷേ ജൈവ സ്വഭാവം മോശമാണെങ്കിൽ ആദ്യം കീമോ കൊടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതും പേഷ്യൻസിന് പലപ്പോഴും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളതായി കാണാറുണ്ട്. ഡോക്ടറെ, ചെറിയ ട്യൂമർ അല്ലേ, നമുക്കത് എടുത്തു മാറ്റിക്കൂടെ, എന്നിട്ട് കീമോയെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ. കീമോയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ് കൺസിഡർ ചെയ്യാറുള്ളത് മുടി പോകും, സൈഡ് എഫക്റ്റുകളുണ്ട്, ഒരുപാട് നാൾ, ചിലപ്പോൾ 4-5 മാസം നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ്. സർജറി ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പൊ ഈ കീമോതെറാപ്പി അതുകൊണ്ട് ചെയ്യാതെ പോകുന്നവരുണ്ടാവുന്നുണ്ട്. ഈ ചെറിയ സ്റ്റേജിൽ വന്നിട്ട് കീമോ വേണം എന്ന് പറയുന്നതുകൊണ്ട് ചികിത്സ ഇല്ലാതെ പോകുന്നവരുണ്ടോ? അപ്പൊ അതിനുള്ള അവരുടെ എഫക്ട് എന്താണ് വരിക? അത് ഭാവിയിലോട്ട് എങ്ങനെയാണ് അവരെ ബാധിക്കുക? ഞാനീ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ കാണുന്ന ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഏർലി സ്റ്റേജിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസറുകൾ അവർ ഒരുപക്ഷെ ധരിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് ആദ്യമേ ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചികിത്സാ മാർഗ്ഗനിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ അവർക്കിത് നിങ്ങളുടെ ക്യാൻസറിൻ്റെ സ്വഭാവം മോശമാണ്, അതുകൊണ്ട് ആദ്യം കീമോതെറാപ്പി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ പേടിച്ചിട്ട് അവർ ഓടി പോകാറുണ്ട്. വാസ്തവത്തിൽ ഇത് വലിയ ദോഷമാണ് അവർക്കുണ്ടാകുന്നത്. കാരണം ഇതിൽ നല്ലൊരു ശതമാനവും കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ച് നമ്മളെടുത്ത് വരാറുണ്ട്. അതായത് അപ്പോഴത്തേക്ക് സ്റ്റേജ് മാറിയിട്ടുണ്ടാവും. നമുക്ക് ആദ്യമേ ഈ ചികിത്സ കൃത്യമായ ക്രമത്തിൽ കൊടുത്താൽ മോശ സ്വഭാവമാണെങ്കിൽ പോലും അതിൽ നല്ലൊരു ശതമാനത്തിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ആ അവസരം നഷ്ടമായി പോകും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എനിക്ക് പേഷ്യൻസിനോട് പറയാനുള്ള ഒരു കാര്യം, കീമോതെറാപ്പിയെ അത്ര ഭയപ്പെടേണ്ടതില്ല. കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റുകളിൽ ഭൂരിഭാഗവും താൽക്കാലികമാണ്. ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന സൈഡ് എഫക്റ്റുകൾ കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടം, ഒരു 4 മാസം നമ്മൾ തള്ളി നീക്കി കഴിഞ്ഞാൽ അതിനുശേഷം സർജറിയിലൂടെ അത് കംപ്ലീറ്റ്, നമ്മൾ ആ മുഴ കംപ്ലീറ്റ് റിമൂവും കൂടി ചെയ്താൽ നിങ്ങളുടെ ട്യൂമർ മോശ സ്വഭാവമാണെങ്കിൽ പോലും നിങ്ങൾക്ക് മികച്ച ഒരു റിസൾട്ട് കിട്ടും. നോർമലായ ഒരു ജീവിതത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അവനവന് ആ സാധ്യത കൊടുക്കുക എന്നുള്ളതാണ് ഉചിതമായ ആ സമയത്തുള്ള ഒരു തീരുമാനം. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് മുതലേ സർജറി ചെയ്ത് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർ പറഞ്ഞതിൽ പറഞ്ഞു, ഇപ്പോൾ 3rd സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് കീമോ കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് കീമോ കൊടുക്കുന്നത് 3rd സ്റ്റേജിൽ മാത്രമാണോ, അതോ മുമ്പുള്ളത് സർജറിയിൽ ഒതുങ്ങോ, അത് അവർക്കും കീമോയുടെ ആവശ്യം വരാറുണ്ടോ? 0 to വരുന്ന രീതിയിൽ വരുമ്പോൾ എല്ലാവർക്കും കീമോ വേണോ? സർ പറഞ്ഞപ്പോൾ നേരത്തെ അങ്ങനെ പറഞ്ഞ പോയിന്റ് എടുത്ത് ചോദിക്കുകയാണ്. കീമോ ആണ് ചിലപ്പോൾ ഫസ്റ്റ് കൊടുക്കുക 3rd സ്റ്റേജിൽ എത്തുമ്പോൾ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കീമോ, ശസ്ത്രക്രിയ, കീമോ, റേഡിയേഷൻ, ഈ 3 കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ അത് നമുക്ക് ഒറ്റ ഫിക്സഡ് റൂളിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ പേഷ്യൻറ്റിൻ്റെ പ്രായം, അവർക്ക് ഉള്ള മറ്റ് അസുഖങ്ങൾ, പിന്നെ അതേപോലെ തന്നെ അവരുടെ അസുഖത്തിൻ്റെ സ്റ്റേജ്, അതിൻ്റെ ജൈവ സ്വഭാവം, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് എന്ന് പറയുന്ന അതിൽ ഒരു ഘടകം മാത്രമാണ്. അപ്പോൾ സ്റ്റേജ് കൂടുതൽ, ഇപ്പോൾ 3rd സ്റ്റേജിലുള്ള എല്ലാവർക്കും പിന്നെ കീമോ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 3rd സ്റ്റേജിൽ തന്നെ വളരെ ആരംഭ ദശയിലുള്ള, ഇപ്പോൾ കഴലുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടില്ലാത്ത 5 സെൻറ്റിമീറ്ററോളം സൈസ് ഉണ്ട്, അത് കാരണം 3rd സ്റ്റേജ് ആയിപ്പോയി. പക്ഷേ അതിൻ്റെ സ്വഭാവം നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണം ഹോർമോൺ പോസിറ്റീവ് ട്യൂമറുകളാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഈ ജൈവ സ്വഭാവത്തെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ജൈവ സ്വഭാവം അനുസരിച്ച് പ്രധാനമായും നമുക്ക് 3 തരത്തിൽ ബ്രസ്റ്റ് ക്യാൻസറുകളെ തിരിക്കാം, 3 സ്വഭാവമുള്ളത്. അതിലൊന്ന് ഹോർമോൺ പോസിറ്റീവ് ട്യൂമറുകളാണ്, വേറൊന്ന് ഹോർമോൺ നെഗറ്റീവ് ട്യൂമറുകളാണ്, വേറൊന്ന് HER2 പോസിറ്റീവ് ട്യൂമറാണ്. ഇതിൽ ഈ ആദ്യം പറഞ്ഞ ഹോർമോൺ പോസിറ്റീവ് ട്യൂമറുകളാണ് ഭൂരിഭാഗം നമ്മൾ കാണാറ്. അപ്പോൾ അതിൽ വളരെ നല്ല ഒരു സ്വഭാവമുള്ള ടൈപ്പ് ട്യൂമറാണ്. ചികിത്സയ്ക്കൊക്കെ നന്നായി പ്രതികരിക്കുന്ന, തിരിച്ചു വരാൻ സാധ്യത താരതമ്യേന കുറവുള്ള ഒരു ടൈപ്പാണ്. അതേസമയം ഹോർമോൺ നെഗറ്റീവ് ട്യൂമറുകളും HER2 പോസിറ്റീവ് ആയിട്ടുള്ള ട്യൂമറുകളും ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും പലപ്പോഴും മോശമായിട്ടാണ് അത് റെസ്പോണ്ട് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഈ 3rd സ്റ്റേജിൽ 5 സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു ട്യൂമറാണ്, കക്ഷത്തിലെ കടലയിലേക്കൊന്നും പടർന്നിട്ടില്ല, പക്ഷേ സ്വഭാവം വളരെ നല്ലതാണ് എങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആദ്യം സർജറി ചെയ്തതിന് ശേഷം അവർക്ക് ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ കീമോതെറാപ്പി ഒഴിവാക്കാൻ പറ്റിയേക്കും. സർജറിയിൽ മാത്രമായിട്ട് ഒതുക്കാം. സർജറി മാത്രമല്ല, സർജറിക്ക് ശേഷം അവർക്ക് റേഡിയേഷൻ ഉണ്ടാവും. അതോടൊപ്പം മെഡിക്കൽ ഓങ്കോളജിസ്റ്റിന്റെ ഭാഗത്തു നിന്ന് മറ്റ് മരുന്നുകളുണ്ടാവും. ഗുളികകളായിട്ടുള്ള, ഗുളിക രൂപത്തിലുള്ള ഈ ഹോർമോൺ പോസിറ്റീവ് ട്യൂമറുകൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏർലി സ്റ്റേജിലാണെങ്കിൽ കീമോ എപ്പോഴും ഒഴിവാക്കാൻ പറ്റുമെന്നില്ല. നിങ്ങളിപ്പോൾ ആദ്യം ചെയ്താലും ഓപ്പറേഷന് ശേഷവും ചിലപ്പോൾ കീമോ വേണ്ടി വന്നേക്കാം. അപ്പോൾ അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സ്റ്റേജിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഘടകങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കീമോ വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റില്ല. ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് ഡോക്ടറുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഒരു തവണ ഡോക്ടറുമായി ഒരു
ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് അഥവാ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റോ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റോ ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റോ ഇങ്ങനെയുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് ആരുടെ അടുത്തെങ്കിലും പോയി ഇതിൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സ എവിടെ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. സർ മുമ്പ് പറഞ്ഞു ഒരു FNAC ടെസ്റ്റ് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അതേപോലെ കോർ നീഡിൽ ടെസ്റ്റും പറഞ്ഞു. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതോടെ ഈ FNAC ഇപ്പോൾ ഒഴിവാക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാൻസറിൻ്റെ ജൈവ സ്വഭാവം നമുക്ക് ആദ്യമേ അറിയണം. കാരണം ഏതൊക്കെ ചികിത്സകൾ ഏത് ക്രമത്തിൽ ഉപയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ ഈ ജൈവ സ്വഭാവം ട്യൂമർ ബയോളജി അറിയണം. അത് FNAC ടെസ്റ്റിൽ നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. കോർ നീഡിൽ ബയോപ്സിയിലാണ് നമുക്കത് കുറച്ചുകൂടി വ്യക്തമായി അറിയാൻ പറ്റുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, FNAC ടെസ്റ്റിൽ നമുക്ക് കോശങ്ങൾ മാത്രമാണ് കുറേശ്ശെ കിട്ടുക. കോർ നീഡിൽ ബയോപ്സിയിൽ നമുക്ക് കോശങ്ങളും കോശഘടനയും ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ റിസൾട്ട് തന്നെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. ഈ 2 കാരണങ്ങളുള്ളത് കൊണ്ടാണ് കോർ നീഡിൽ ബയോപ്സി നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നു, നമ്മൾ ഇത് ഏറ്റവും നേരത്തെ കണ്ടെത്തുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് നമുക്കൊരു സിംറ്റം വന്നതിന് ശേഷം കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെ സിംറ്റത്തിന് മുമ്പ് കണ്ടെത്തിയാൽ അത്രയും നല്ലതാണ്. കാരണം ഈ അസുഖം വരാതിരിക്കുക എന്നുള്ളത് നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്? അതോ ചെറുപ്പം മുതലേ ഇത് ചെയ്യണോ? പിന്നെ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം? ഏത് പ്രായം മുതലുള്ളവർ നോക്കണം? പിന്നെ ഏറ്റവും ചെറുപ്രായത്തിൽ നോക്കേണ്ടവരുമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ കാറ്റഗറിയിലുള്ളവരാണ് അങ്ങനെ നോക്കുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സ്ത്രീക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് എത്രയാണ്, സാധ്യത എത്രയാണ്, എത്ര ശതമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഏത് പ്രായത്തിൽ എങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യണം. കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, സ്ത്രീകളിൽ മാത്രമാണോ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് അതോ പുരുഷന്മാരിലും വരുന്നുണ്ടോ ഇത്? പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അത് പക്ഷേ വളരെ വളരെ റെയറാണ് സ്ത്രീകളിലെ ക്യാൻസർ അപേക്ഷിച്ച്. ഉദാഹരണം, നമ്മൾ 100 ക്യാൻസറുകൾ എടുത്താൽ അതിൽ 99 സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ക്യാൻസർ നമുക്ക് പുരുഷന്മാരിൽ കാണപ്പെടാം. അപ്പോൾ ഇത് നേരത്തെ ചോദിച്ച ചോദ്യം, ഓരോ സ്ത്രീക്കും അവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് സാധ്യത വ്യത്യാസപ്പെട്ടിരിക്കും. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ റിസ്ക് കണ്ടെത്തി നമുക്ക് 2ആയിട്ട് സ്ത്രീകളെ തിരിക്കാം. ഒന്ന് നോർമൽ റിസ്ക് ഉള്ളവർ അല്ലെങ്കിൽ ആവറേജ് റിസ്ക് ഉള്ളവർ, വേറൊന്ന് ഹൈ റിസ്ക് ഉള്ളവർ. അപ്പോൾ ഇതിൽ നോർമൽ റിസ്ക് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത് 21 വയസ്സാകുമ്പോൾ തൊട്ട് സ്തനം സ്വയം മാസത്തിലൊരിക്കൽ പരിശോധിക്കാൻ അത് മനസ്സിലാക്കുക. എന്നിട്ട് അത് ദൈനംദിന ജീവിതത്തിലൊരു ഭാഗമാക്കി മാറ്റുക. കൃത്യസമയം എന്ന് പറയുന്നത് മാസമുറ അവസാനിച്ച് അതിന് ശേഷമുള്ള ഒരാഴ്ചയിൽ കുളിക്കുന്ന സമയത്ത് നമ്മൾ സ്തനഗ്രന്ഥികളും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക. ബ്രസ്റ്റ് അവെയർ ആയിരിക്കുക എന്ന് പറയും. പിന്നെ ഒരു 30 വയസ്സ് മുതൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ എങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായി ഒരു ഡോക്ടറെ കൊണ്ട് ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യിപ്പിക്കുക, ഒരു പരിശോധന ചെയ്യിപ്പിക്കുക. സ്കാനിങ് ഒന്നുമല്ല. 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് 1-2 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതാണ് നോർമൽ റിസ്ക് ഉള്ള ഒരു സ്ത്രീ ചെയ്യേണ്ടത്. ഇനി ഹൈ റിസ്ക് ഉള്ള സ്ത്രീ ആണെങ്കിൽ അത് നമുക്ക് ഉദാഹരണം ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. പാരമ്പര്യമായിരിക്കാം ചിലപ്പോൾ കാരണം, അല്ലെങ്കിൽ മറ്റ് അപകട സാധ്യതാ ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അങ്ങനെ ഹൈ റിസ്ക് പാരമ്പര്യം എന്ന് പറയുമ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ പാരമ്പര്യത്തിൽ വരേണ്ടത്? അതായത് ഫാമിലിയിൽ വേറെ ഏതെങ്കിലും ക്യാൻസർ ഉള്ളവരും ഈ ഒരു റിസ്ക് നോക്കേണ്ടതുണ്ടോ? പൊതുവെ പറയുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറും ഓവേറിയൻ ക്യാൻസറും ആണ് പറയാറ് സ്ത്രീകളിൽ. പക്ഷേ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകൾ, അതിന് ജനിതകമായ വ്യതിയാനം കാരണമാണ് ഉണ്ടാകുന്നത്. ഈ ജീനുകൾ മറ്റു പല ക്യാൻസറുകളും ഉണ്ടാക്കുന്നവയും ഉണ്ട്. ഉദാഹരണം, പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ആഗ്നേയഗ്രന്ഥിയുടെ ക്യാൻസർ, ഇതൊക്കെ വരാവുന്നതാണ്. അത് ഡോക്ടർമാർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ആ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് അതുമായി അനുബന്ധമായിട്ടുള്ള ക്യാൻസറുകൾ ഉള്ളവർക്കൊക്കെ ഹൈ റിസ്ക്കാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒന്നാണ് സ്നേഹിത എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ടൂൾ. അതൊരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ ചെന്നാൽ സ്നേഹിത എന്ന് പറഞ്ഞൊരു കാൽക്കുലേറ്റർ കാണും. അതിൽ കുറേ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ രേഖപ്പെടുത്തി ക്ലിക്ക് ചെയ്താൽ നമുക്കുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സർജറി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പം നമ്മൾ പണ്ട് ഒരു ടോട്ടൽ മാസ്റ്റക്ടമി ആയിരുന്നു മൊത്തം എല്ലാവർക്കും ചെയ്തുകൊണ്ടിരുന്ന ഒരു സർജറി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ ബെസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? അപ്പോൾ സ്തനങ്ങൾ മുഴുവൻ നീക്കം ചെയ്യണോ, സ്തനം നിലനിർത്തിക്കൊണ്ട് ട്യൂമറുള്ള ഭാഗം മാത്രം നീക്കം ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ കാതൽ. അപ്പോൾ ഇതിൽ നമുക്കറിയാം 1970 മുതലുള്ള റിസർച്ചിൽ നമുക്ക് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടതാണ് ഏർലി സ്റ്റേജ് ക്യാൻസറുകളിൽ നമ്മൾ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി സ്തനം മുഴുവൻ നീക്കം ചെയ്തിട്ടുള്ള ടോട്ടൽ മാസ്റ്റക്ടമിയുടെ തുല്യമായ റിസൾട്ടാണ് തരുന്നത്. അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങളും കൂടി ചേർത്ത് വെക്കുമ്പോൾ, ഉദാഹരണം ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിലെ അവയവം നിലനിർത്തുന്നത് കൊണ്ട് ഒരു സ്ത്രീക്കുണ്ടാകുന്ന സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ബെറ്റർ ബോഡി ഇമേജ്, ഈ തുടങ്ങിയ കാര്യങ്ങൾ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ പലപ്പോഴും ഈ ബ്രസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യുമ്പോൾ കാണുന്ന അത്രയും കോംപ്ലിക്കേഷൻസ്
ഈ സ്ഥാനം നിലനിർത്തിക്കൊണ്ടുള്ള ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ കാണാറില്ല. ഈ ഘടകങ്ങളെല്ലാം കൂടി എടുത്തു വെക്കുമ്പോൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസറിന് ഇന്ന് ലോകത്തെമ്പാടും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അഥവാ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ട്യൂമർ മാത്രം നീക്കം ചെയ്തുള്ള സർജറിയാണ് റെക്കമെൻഡഡ് ആയിട്ട് വരുന്നത്. ഈ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണോ? ഈ എല്ലാവിധ സ്റ്റേജിലുള്ളവർക്കും ചെയ്യാൻ പറ്റിയതാണോ? അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി നമുക്ക് ഏർലി ക്യാൻസറുകളാണെങ്കിൽ ഒരു 90% ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഇച്ചിരി സ്റ്റേജ് കൂടിയ കേസുകളാണ്, ലോക്കലി അഡ്വാൻസ്ഡ് ടൈപ്പ്, അതായത് 3rd സ്റ്റേജിലുള്ളതാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയൊരു ശതമാനത്തിൽ അത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത്തരം ക്യാൻസറുകൾക്ക് കീമോ ആണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കീമോ കൊടുത്തതിന് ശേഷം ഇത് നന്നായി ചുരുങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ആ പേഷ്യൻസിന് നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാവുന്നതാണ്. അത് സേഫ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമായും ഈ സർജറിയിൽ കൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് ട്യൂമർ കംപ്ലീറ്റ് എടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മാറ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി നടന്നെന്ന് വരത്തില്ല. അതേപോലെ ചില പ്രത്യേക ടൈപ്പ് ക്യാൻസറുകൾ, ഉദാഹരണം ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും, അതിന് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ നമുക്ക് മുഴുവനായും ഈ ട്യൂമർ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ള കേസുകളിൽ നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കണം, ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയുടെ ഭാഗമാണ് റേഡിയേഷൻ ചികിത്സ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്ഥാനം നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നിർബന്ധമായും മിക്കവാറും കേസുകളിൽ നമുക്ക് അതിന് ശേഷം റേഡിയേഷനും കൂടി ചികിത്സ കൂടി എടുക്കേണ്ടി വരും. മാസ്റ്റെക്ടമിയിൽ എല്ലാ കേസിലും ഫുൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ റേഡിയേഷൻ ചികിത്സ വേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ഉള്ള നൂതനമായ ടെക്നിക്കാണ് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിൽ നിന്ന് എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് 90കൾ മുതൽ നിലവിൽ വന്ന ഒരു അതിനൂതനമായ ഒരു ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ടെക്നിക്കാണ്. നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, നമ്മൾ ഈ മുഴ നീക്കം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഡിഫക്റ്റ്, ഒരു ഗ്യാപ്പ് ഉണ്ടാവും മാറിൽ. അപ്പോൾ അത് നമ്മൾ വെറുതെ തുന്നി യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും മാറിൻ്റെ ആകൃതിയിൽ ഒരു വ്യത്യാസം വരും. അപ്പോൾ അത് കൊണ്ട് നമുക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു മാനസികമായ വിഷമം എന്ന് പറഞ്ഞാൽ 2 മാറും 2 ഷേപ്പിൽ ആകൃതിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തലാവും, അവിടെ ഒരു ഓപ്പറേഷൻ നടന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞു, ബ്രസ്റ്റ് കൺസർവേഷൻ ശേഷം എപ്പോഴും റേഡിയേഷൻ വേണ്ടി വരാറുണ്ട്. ഈ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഈ ആകൃതി, ബ്രസ്റ്റിൻ്റെ ആകൃതി വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വികലമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ റേഡിയേഷൻ്റെ കോംപ്ലിക്കേഷൻസും അധികമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മുഴകൾ നീക്കം ചെയ്യുമ്പോൾ ബ്രസ്റ്റിൻ്റെ ആകൃതി നിലനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ ടെക്നിക്കിന് റോൾ വരുന്നത്. ഓങ്കോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ബ്രസ്റ്റ് കൺസർവേഷൻ്റെ കൂടെ പ്ലാസ്റ്റിക് സർജറി ടെക്നിക്ക് കൂടി ഉപയോഗിച്ച് ഈ ട്യൂമർ നീക്കം ചെയ്തതിന് ശേഷം ആ മാറിൻ്റെ ആകൃതി പഴയപടിയാക്കി എടുക്കുന്നതിനാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓങ്കോളജി സർജന് തന്നെ ഇത് ചെയ്യാവുന്നതാണെന്നാണ്? 2 തരത്തിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഒന്ന്, ഇപ്പോൾ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 ടെക്നിക്കിലും, അതായത് ക്യാൻസർ സർജറിയിലും പ്ലാസ്റ്റിക് സർജറിയിലും ട്രെയിൻഡ് ആയിട്ടുള്ള ഒറ്റ സർജൻ ഉണ്ടാവും, അവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ അമേരിക്കയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ടീമായിട്ടാണ് അത് ചെയ്യുന്നത്. ക്യാൻസർ സർജൻ ഉണ്ടാവും, പ്ലാസ്റ്റിക് സർജൻ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ചികിത്സ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ക്യാൻസർ സർജനും പ്ലാസ്റ്റിക് സർജനും സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഇപ്പോൾ നമ്മുടെ മൗലാന ബ്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒറ്റ ആളാണ് അത് 2 കൂടി ചെയ്യുന്നത്, ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബെനിഫിറ്റ് കൂടുതലേ ചെയ്യാം? ഒരേ ആൾ 2ഉം ചെയ്യുമ്പോൾ അവിടെ ബെനിഫിറ്റ് വേണോ ചെയ്യുന്നത്? അത് അല്പം വിവാദപരമായ ചോദ്യമാണ്. കാരണം 2 രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരാൾ ചെയ്താലും 2 ആൾ ചെയ്താലും നമുക്കതിൻ്റെ ഫൈനൽ റിസൾട്ട് ഭംഗിയായിട്ട് വരണം. ഇപ്പോൾ 2 പേര് ചെയ്യുമ്പോൾ പോലും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും വലിയ ഗുണം വന്നിട്ടുള്ളത്, പണ്ട് കാലങ്ങളിൽ മാസ്റ്റെക്ടമി മാത്രം ഓപ്ഷൻ ഉണ്ടായിരുന്ന ഒരുപാട് പേഷ്യൻ്റ്, അതായത് ചെറിയ മാറ്, വലിയ ട്യൂമർ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒന്നിലധികം ട്യൂമർ ഉള്ളവർ, ഇവർക്കൊക്കെ ഇന്ന് ഓങ്കോപ്ലാസ്റ്റിക് സർജറിയിലൂടെ നമുക്ക് മാറ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ റീകൺസ്ട്രക്ഷനിലേക്ക് വരുമ്പം അവിടെ നമുക്ക് 2 ടൈപ്പ് ഉണ്ടെന്ന്, ഒന്ന് ഇംപ്ലാന്റും ഒന്ന് ടിഷ്യൂ. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സ്ഥാനം സംരക്ഷിച്ചിട്ടുള്ള ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ഉണ്ട്, ടോട്ടൽ മാസ്റ്റെക്ടമി. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ നമ്മൾ ഈ ഇംപ്ലാന്റുകൾ പൊതുവെ വരുന്നില്ല. അത് ബ്രസ്റ്റിൽ തന്നെയുള്ള കോശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ടിഷ്യൂ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള ടിഷ്യൂസ് യൂസ് ചെയ്താണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നത്. ഈ മുഴുവൻ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന ടോട്ടൽ മാസ്റ്റെക്ടമിയിലാണ് പ്രധാനമായും ഈ ഇംപ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ, സ്ഥാനപുനർനിർമ്മാണം, അല്ലെങ്കിൽ ഫ്ലാപ്പുകൾ ഉപയോഗിച്ചുള്ള സ്ഥാനപുനർനിർമ്മാണം. സിമ്പിളായി പറയാനാണെങ്കിൽ, നമുക്ക് മാറ് മുഴുവൻ നീക്കം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ മാറിൻ്റെ ഷേപ്പ് അതേപടി നിലനിർത്താനായിട്ട് നമുക്ക് ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്നും തൊലിയും കൊഴുപ്പും ചില കേസുകളിൽ മസിൽ കൂടി ചേർത്ത് എടുത്തിട്ട് ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് കൊണ്ടുവച്ച് ആ ഷേപ്പിൽ അത് തുന്നി യോജിപ്പിക്കുന്നതിനാണ് ഈ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്വാഭാവികമായും വേറൊരു ഭാഗത്ത്, സാധാരണ വയറിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുതുകത്തു നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉള്ള ടിഷ്യൂ എടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് മുറിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഇത് കൊണ്ട് വെച്ച സ്ഥലത്ത് അത് പിടിച്ച് ഉണങ്ങി വരാനുള്ള ഒരു സമയവുമുണ്ട്.
പക്ഷേ ഇത് പിടിച്ച് ഉണങ്ങി അവിടെ വന്ന് സെറ്റായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല റീകൺസ്ട്രക്ഷൻ. ഇനി ഇത് സാധ്യമല്ലാത്ത ചില കേസുകളുണ്ട്. ഉദാഹരണം, പേഷ്യൻറ്റിന് ചിലപ്പോൾ വേറെ ഭാഗങ്ങളിൽ മുറിവുണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഭാഗത്ത് നിന്ന് എടുക്കാൻ ആവശ്യത്തിന് ഈ ഫ്ലാപ്പിനുള്ള ടിഷ്യൂ കിട്ടില്ല. ഉദാഹരണം, വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർ. പിന്നെ അതുപോലെ നമുക്ക് ഈ വ്യക്തമായ ഒരു ഷേപ്പ് സൈസ് വേണം, ഒരു ഫാസ്റ്റർ സർജറി വേണം എന്നൊക്കെയുള്ള താല്പര്യമുള്ള പേഷ്യൻസിന് നമുക്ക് ഇംപ്ലാന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ കണ്ടൻ്റാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലാന്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വോളിയംസിൽ, ഡിഫറെൻറ്റ് സൈസിൽ അത് അവൈലബിൾ ആണ്, ഉള്ള സൈസിൽ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാസ്റ്റർ സർജറിയാണ്. അതിൻ്റെ ഒരു ആകൃതി അതുപോലെ തന്നെ ഇരിക്കും. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ മുറിവുകൾ ഉണ്ടാക്കേണ്ടി വരുന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ എല്ലാ കാര്യത്തിനും അഡ്വാൻറ്റേജ് ഉള്ള പോലെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പോൾ ഫ്ലാപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞതുപോലെ ഇംപ്ലാന്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലൈഫ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ കാലിൽ പൊട്ടിയ ഒരു കമ്പി ഇട്ട് കഴിഞ്ഞാൽ, ഫ്രാക്ചർ ആയ ഒരു കമ്പി ഇട്ടാൽ അത് കാലാകാലം അതവിടെ ഇരിക്കില്ല, എടുത്ത് മാറ്റേണ്ടി വരാം. അതേപോലെ ഇംപ്ലാന്റും ഒരു കുറേ നാളുകൾ കഴിയുമ്പോൾ, അതിൻ്റെ ലൈഫ് കഴിയുമ്പോൾ ചിലപ്പോൾ മാറ്റി വേറെ ഇംപ്ലാന്റ് വെക്കോ ഫ്ലാപ്പ് വെക്കോ ഒക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഏറെക്കുറെ ഒരു 5 മുതൽ 10% കേസുകളിൽ കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഇതെടുത്ത് മാറ്റി പിന്നെ വേറൊരു രീതി നമ്മൾ നോക്കേണ്ടി വരും. അതാണ് ഇംപ്ലാന്റിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് റീകൺസ്ട്രക്ഷനും നമുക്ക് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് പേഷ്യൻറ്റുമായി ചർച്ച ചെയ്ത് അവരുടെ താല്പര്യങ്ങളും കൂടി മുൻനിർത്തി ഇത് രണ്ടിൽ ഏതാണ് അവർക്ക് സൂട്ടഡ് എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു സർജറി ചെയ്താൽ, അതൊന്നാമത് ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്താൽ എത്ര സമയം എടുക്കും നമ്മളതൊന്ന് ശരിയായി നോർമൽ ലൈഫിലേക്ക് വരാനായിട്ട്? സാധാരണഗതിയിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ സർജറി എന്ന് പറയുന്നത് ഒരു ആന്തരിക അവയവങ്ങളിൽ ചെയ്യുന്ന ഒരു സർജറി അല്ല. നമ്മളിപ്പോൾ ഒരു ആമാശയത്തിലോ കുടലിലോ കരളിലോ ഒക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ ആന്തരിക അവയവങ്ങളിൽ ചെയ്യുന്ന ഒരു സർജറി അല്ല. തൊലിക്ക് അടിയിലുള്ള കൊഴുപ്പ് നിറഞ്ഞ ഒരു അവയവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ അത്ര കാര്യമായി ബാധിക്കുന്ന ഒരു ടൈപ്പ് സർജറി അല്ല. അവിടെ ആകെ നമ്മുടെ മെയിൻ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുറിവ് ഉണങ്ങി കിട്ടുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ആയാലും ബ്രസ്റ്റ് കൺസർവേഷൻ ആയാലും ഒക്കെ നമ്മൾ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകളാണ് പൊതുവെ ഇടുക. അപ്പോൾ അതിൻ്റെ പാടുകളും ഒക്കെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്യേണ്ട ആവശ്യം പോലും പലപ്പോഴും വേണ്ടി വരാറില്ല. പിന്നെ മിക്കവാറും ഇതിൽ ഏത് സർജറി ചെയ്താലും, ഓങ്കോപ്ലാസ്റ്റിക് സർജറിയിലാണോ ഇതുപോലെ മുറിവ് കാണാത്ത രീതിയിലായിട്ട് വരുന്നത്? അത് ഏതിലും ചെയ്യാം. ഇപ്പം നമ്മൾ മാറ് മുഴുവൻ നീക്കം ചെയ്യുന്ന സർജറിയിലും അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ പാടുകളൊന്നും അവിടെ അവശേഷിക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേത് ചെയ്താലും നമുക്ക് പേഷ്യൻറ്റിന് 1-2 ദിവസമേ സാധാരണഗതിയിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യം വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് നേരെ വീട്ടിൽ പോകാവുന്നതാണ്. ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. പിന്നെ സ്റ്റിച്ച് എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ ചിലപ്പോൾ ഈ ഓപ്പറേഷനോടനുബന്ധിച്ച് വേസ്റ്റ് നീരൊക്കെ പോകാനായിട്ട് ഡ്രെയിൻ ട്യൂബ് ഇടും. അപ്പോൾ ഈ ഡ്രെയിൻ ട്യൂബിൻ്റെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പേഷ്യൻസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. എളുപ്പമാർക്ക് വീട്ടിൽ നിന്നത് നോക്കാവുന്നതേ ഉള്ളൂ. ആ ഡ്രെയിൻ ട്യൂബ് നീക്കം ചെയ്യാനും ഇതിൻ്റെ റിപ്പോർട്ട് നോക്കാനുമായിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അവർ വീണ്ടും ഒരു റിവ്യൂവിന് വരും. ആ സമയത്ത് അളവൊക്കെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രെയിൻ ട്യൂബ് റിമൂവ് ചെയ്യും. അതോടുകൂടി ആ മുറിവിൻ്റെ കാര്യം കഴിഞ്ഞു. പിന്നെ അടുത്ത ചികിത്സയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് കീമോതെറാപ്പി എങ്കിൽ കീമോതെറാപ്പി, അല്ല ഗുളികകളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റേഡിയേഷൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏറെക്കുറെ 1 മാസത്തിനുള്ളിൽ പേഷ്യൻറ്റിന് ആക്ച്വലി ബാക്ക് ടു നോർമലാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ സാർ ഒരുപാട് ഇൻഫർമേഷൻസ് തന്നു. നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കുറേ മിത്തുകളൊക്കെ പൊളിച്ചടക്കി തന്നിട്ടുണ്ട്. അപ്പോൾ സാറിനൊരു ചെറിയൊരു വാക്കിൽ നമ്മൾ ചെറുതാക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്? അപ്പോൾ പ്രധാനമായും എനിക്ക് ഓരോ സ്ത്രീകളോടും പറയാനുള്ള കാര്യം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് സ്ത്രീ ആയതുകൊണ്ടും പ്രായമാവുന്നത് കൊണ്ടും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചെറുതാണെങ്കിലും ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അതും കൃത്യമായി അത് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി ചെയ്യുക. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുക. ഒരു 30 വയസ്സ് കഴിയുമ്പോഴെങ്കിലും ഒരു ഡോക്ടറിനെ കൊണ്ടൊരു ചെക്കപ്പ് ചെയ്യുക. 40 വയസ്സാകുമ്പോൾ തൊട്ട് മാമോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അതനുസരിച്ച് ഈ കാര്യങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ വരുത്തി ചെയ്യേണ്ടി വരും. ബ്രസ്റ്റ് ക്യാൻസർ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ആകാവുന്ന ലക്ഷണമുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തത് കൃത്യമായ ചികിത്സ എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രിപ്പിൾ ടെസ്റ്റ്, അതാണ് കൃത്യമായ രോഗനിർണയം. അത് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ട്യൂമറിൻ്റെ ജൈവ സ്വഭാവം, അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെ വേണം, ആദ്യം കീമോ വേണോ ആദ്യം സർജറി വേണോ എന്നുള്ള കാര്യം നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കും. ഓക്കെ പൊന്നു മനുഷ്യന്മാർ, ഇങ്ങനെയാണ് ഡോക്ടർ പറയുന്നത്. എത്രയും പെട്ടെന്ന് അസുഖമൊന്ന് കുറയട്ടെ. രേണുവിനോട് ഒരു കാര്യം കൂടി അവസാനം പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മേളിൽ കിച്ചുവിനൊന്നും ഉപദ്രവിക്കരുത് പ്ലീസ്. ഓക്കെ, അവൻ്റെ ബൈക്ക് ജീവിക്കട്ടെ. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.